ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേറ്റും അസോസിയേഷനും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും പഠിക്കാണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ. സ്റ്റേറ്റും അസോസിയേഷനും തമ്മിലുള്ള ബന്ധവും വ്യത്യാസമൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സമൂഹത്തിൽ മനുഷ്യന്മാരുടെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടി താൽക്കാലികമായിട്ട് രൂപീകരിക്കുന്ന കൂട്ടായ്മകളെ വിളിക്കുന്ന പേരാണ് അസോസിയേഷൻ എന്ന്. അപ്പോൾ മനുഷ്യന് അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടി താൽക്കാലികമായിട്ട് രൂപീകരിച്ചിട്ടുള്ള കൂട്ടായ്മകളാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. മേക്കൈവറും പേജും പറയുന്നതനുസരിച്ച് പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് സംഘടിക്കപ്പെട്ട ഒരു സംഘമാണ് അസോസിയേഷൻ. അപ്പോൾ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് സംഘടിക്കപ്പെട്ട ജനങ്ങളുടെ ഒരു കൂട്ടത്തെയാണ് അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചില പ്രത്യേക ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് താൽക്കാലികമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്? അസോസിയേഷൻ. അപ്പോൾ മനുഷ്യന്മാർ ചില പ്രത്യേക ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് രൂപീകരിക്കപ്പെട്ട മനുഷ്യൻ്റെ കൂട്ടായ്മയാണ് അസോസിയേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മനുഷ്യനുണ്ടാക്കുന്ന ഒരു കൂട്ടായ്മയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രവും ഒരു അസോസിയേഷൻ തന്നെയാണ്, അല്ലേ? രാഷ്ട്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു കൂട്ടായ്മ തന്നെയാണ്. ഹരോൾഡ് ലാസ്കി, മേക്കൈവറിനെ പോലുള്ള ആളുകൾ രാഷ്ട്രത്തെ, സ്റ്റേറ്റിനെ വിശേഷിപ്പിക്കുന്നത് അസോസിയേഷനുകളുടെ അസോസിയേഷൻ. ഏതൊരു അസോസിയേഷനുകളുടെയും അസോസിയേഷനായിട്ടാണ് എന്തിനെ കാണുന്നത്? രാഷ്ട്രത്തെ മേക്കൈവറും അതുപോലെ തന്നെ ഹരോൾഡ് ലാസ്കിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസോസിയേഷനും രാഷ്ട്രമൊക്കെ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ആധുനിക സമൂഹത്തിലെ വ്യത്യസ്ത തരം അസോസിയേഷനുകളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതൊക്കെ ആരാണ്? രാഷ്ട്രം എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ രാഷ്ട്രത്തിന് സമൂഹത്തിലെ വ്യത്യസ്ത തരം അസോസിയേഷനുകളെ നിയന്ത്രിക്കാനും അതിനെ ഏകോപിപ്പിക്കാനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തെ പലപ്പോഴും പണ്ഡിതന്മാർ അസോസിയേഷനുകളുടെ അസോസിയേഷൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രാഷ്ട്രത്തെ മറ്റ് അസോസിയേഷനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പരമാധികാരം എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ രാഷ്ട്രം എന്താണ്? മറ്റ് അസോസിയേഷനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അസോസിയേഷനാണ്. അതിൻ്റെ പ്രത്യേകത അതിന് പരമാധികാരമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള അസോസിയേഷനുകൾ കാണാമെങ്കിലും എല്ലാ അസോസിയേഷനുകളുടെയും അസോസിയേഷനായിട്ട് എല്ലാ അസോസിയേഷനുകളെയും ഏകോപിപ്പിക്കുന്ന, സമൂഹത്തിലെ എല്ലാ അസോസിയേഷനുകളുടെ മേലും നിയന്ത്രണം കൊണ്ടുവരാൻ കഴിവുള്ള ഒരു അസോസിയേഷനായിട്ടാണ് നമ്മൾ എന്തിനാ കാണേണ്ടത്? രാഷ്ട്രത്തെ കാണേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അസോസിയേഷനുകളുടെ അസോസിയേഷനായിട്ടാണ് നമ്മളെപ്പോഴും രാഷ്ട്രത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ. സ്റ്റേറ്റും അസോസിയേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റും അസോസിയേഷനും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം നോക്കൂ. രാഷ്ട്രത്തിലെ അംഗത്വം നിർബന്ധിതമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്തായാലും രാഷ്ട്രത്തിൽ അംഗത്വം നിർബന്ധമാണ്. അസോസിയേഷനിൽ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ചേരാം, വേണ്ടെങ്കിൽ ചേരണ്ട. അപ്പോൾ അസോസിയേഷനിലെ അംഗത്വം ഒരിക്കലും നിർബന്ധമല്ല. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രത്തിലെ അംഗത്വം നിർബന്ധിതമാണ്, എന്നാൽ അസോസിയേഷനിലെ അംഗത്വം നിർബന്ധിതമല്ല എന്നുള്ളതാണ് അസോസിയേഷനും രാഷ്ട്രവും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തത്, ഒരു പൗരന് ഒരു രാഷ്ട്രത്തിലെ അംഗത്വം മാത്രം സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പൗരന് ഒരു രാഷ്ട്രത്തിലെ അംഗത്വം സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഏക പൗരത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന് മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കാൻ പറ്റൂല. മനസ്സിലായോ? അപ്പോൾ ഒരു പൗരന് ഒരു രാഷ്ട്രത്തിലെ അംഗത്വം മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അസോസിയേഷനിൽ അങ്ങനല്ല. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ അസോസിയേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? അംഗമാവാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു രാഷ്ട്രത്തിലെ അംഗത്വം മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ അസോസിയേഷനിൽ എന്താവാം? അംഗമാവാൻ പറ്റും. ഇതാണ് അസോസിയേഷനും രാഷ്ട്രവും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തേത്, ഒരു രാഷ്ട്രത്തിൻ്റെ അധികാര രീതി അതിൻ്റെ അതിർത്തിക്കുള്ളിൽ മാത്രമാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രത്തിൻ്റെ അധികാര പരിധി ആ രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ്. പക്ഷേ അസോസിയേഷനിൽ ചിലത് ലോകത്തുടനീളം അംഗങ്ങളുണ്ട്. ഇപ്പോൾ ചില അസോസിയേഷനുകൾ ലോകത്തുടനീളം പ്രവർത്തിക്കുന്ന അസോസിയേഷനുകളെ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന, അതുപോലെ തന്നെ റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടന ഒക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അപ്പോൾ അതിന് പല രാജ്യങ്ങളിലും അതിനെന്തുണ്ട്?
അംഗങ്ങളുണ്ട്, സ്വാധീനമുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രത്തിന് അധികാര പരിധി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിലാണ്. ഇതാണ് അസോസിയേഷനും രാഷ്ട്രവും തമ്മിലുള്ള മൂന്നാമത്തെ വ്യത്യാസം. നാലാമത്തെ വ്യത്യാസം, രാഷ്ട്രം കൂടുതൽ കാലം നിലനിൽക്കുന്ന സംവിധാനമാണ്. രാഷ്ട്രം എന്ന് പറയുന്നത് അസോസിയേഷനുകളെക്കാളും കൂടുതൽ കാലം നിലനിൽക്കുന്നുള്ളതാണ്. അസോസിയേഷൻ ഒരു താൽക്കാലിക നിലനിൽപ്പ് മാത്രമാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ അസോസിയേഷനേക്കാളും ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് നമ്മൾ രാഷ്ട്രത്തെ കാണുന്നത്. അപ്പോൾ രാഷ്ട്രത്തിന് കൂടുതൽ കാലം നിലനിൽപ്പുണ്ട്, അസോസിയേഷന് താൽക്കാലിക നിലനിൽപ്പാണ് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, രാഷ്ട്രത്തിന് ബലം പ്രയോഗിക്കാനുള്ള അധികാരവും പരമാധികാരവും ഉണ്ട്. രാഷ്ട്രത്തിന് ബലം പ്രയോഗിക്കാൻ പറ്റും, അതിന് അധികാരവും പരമാധികാരമൊക്കെ ഉണ്ട്. എന്നാൽ അസോസിയേഷന് പരമാധികാരം എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഇല്ല. അപ്പോൾ രാഷ്ട്രത്തെ അസോസിയേഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് പരമാധികാരം എന്ന് പറയുന്ന പ്രത്യേകതയാണ്. രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട്, അസോസിയേഷന് പരമാധികാരം ഇല്ല. ഇനി അവസാനത്തെ വ്യത്യാസം, ഒരു രാഷ്ട്രത്തിൻ്റെ വ്യാപ്തി വിശാലമാണ്. കാരണം ആധുനിക രാഷ്ട്രങ്ങൾ ക്ഷേമരാഷ്ട്രങ്ങളാണ്, അല്ലേ? അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും, അല്ലേ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും എല്ലാ മേഖലയിലും ഇടപെടാൻ രാഷ്ട്രത്തിന് കഴിയും. ഇന്നത്തെ രാഷ്ട്രങ്ങളൊക്കെ ക്ഷേമരാഷ്ട്രങ്ങളാണെന്ന് മനസ്സിലാക്കുക. ജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ കഴിയുന്ന രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിൻ്റെ സ്കോപ്പ്, വ്യാപ്തി വിശാലമാണ്. എന്നാൽ ഒരു അസോസിയേഷൻ്റെ വ്യാപ്തി പരിമിതമാണ്. ആ അസോസിയേഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള വ്യാപ്തിയെ അസോസിയേഷൻ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ് അസോസിയേഷൻ്റെ പ്രത്യേകത. അപ്പോൾ അസോസിയേഷനും രാഷ്ട്രവും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ, എത്ര വ്യത്യാസങ്ങൾ? ഒരു 6 വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ 6 വ്യത്യാസങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ സ്റ്റേറ്റും സൊസൈറ്റിയും ഒന്നാണെന്ന് കരുതുന്ന ഒരു ചിന്താഗതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്ന പദം പലപ്പോഴും സമൂഹത്തിന് പകരമായിട്ട് ഉപയോഗിക്കാറ് ഉണ്ട്. പക്ഷേ രാഷ്ട്രവും സമൂഹവും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ഒരിക്കലും രാഷ്ട്രമല്ല സമൂഹം. രാഷ്ട്രവും സമൂഹവും തമ്മിൽ എന്തുണ്ട്, കൃത്യമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്രവും സമൂഹവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അരിസ്റ്റോട്ടിലിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് രാഷ്ട്രവും സമൂഹവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ്. കാരണം ഗ്രീസിലെ പ്രത്യേക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രവും സമൂഹവും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ല എന്ന് പറയാൻ കാരണം. പക്ഷേ ആധുനിക രാഷ്ട്രീയ ചിന്തകന്മാരൊക്കെ പറയുന്നത് രാഷ്ട്രവും സമൂഹവും തമ്മിൽ കൃത്യമായ വ്യത്യാസമുണ്ട്. രാഷ്ട്രത്തെ സമൂഹവുമായി കൂട്ടിക്കുഴക്കുന്നതിനോട് അവരെന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും യോജിക്കണില്ല. മനസ്സിലായോ? അപ്പം രാഷ്ട്രം വേറെയാണ്, സമൂഹം വേറെയാണ്. രാഷ്ട്രവും സമൂഹവും തമ്മിൽ കൃത്യമായ വ്യത്യാസം ഉണ്ട് എന്നാണ് ആധുനിക ചിന്തകന്മാർ പറയുന്നത്. എന്നാൽ അരിസ്റ്റോട്ടിൽ പറയുന്നത് രാഷ്ട്രവും സമൂഹമൊക്കെ ഒന്നാണ്. കാരണം അന്നത്തെ ഗ്രീസിലെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്നാമത്തത്, സമൂഹം രാഷ്ട്രത്തിന് മുമ്പ് തന്നെ രൂപം കൊണ്ടു, അല്ലേ? അതായത് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനമൊക്കെ വരുന്നതിനും എത്രയോ മുമ്പ് തന്നെ സമൂഹം എന്ന് പറയുന്ന സംഗതി ഉണ്ട്, അല്ലേ? അതായത് മനുഷ്യന് കൂട്ടായിട്ട് ജീവിക്കാൻ തുടങ്ങിയ ആ കാലം മുതൽ തന്നെ എന്തുണ്ട്, സമൂഹം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതിനൊക്കെ എത്രയോ ശേഷമാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംവിധാനം രൂപം കൊള്ളുന്നത്. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം, രാഷ്ട്രം ഉണ്ടാകുന്നതിനും എത്രയോ കാലം മുമ്പ് തന്നെ എന്തുണ്ട്, സമൂഹമുണ്ട്. മനസ്സിലായോ? രണ്ടാമത്തത്, സമൂഹത്തിൻ്റെ പരിധി രാഷ്ട്രത്തെക്കാളും വിശാലമാണ്. സമൂഹത്തിൻ്റെ പരിധി രാഷ്ട്രത്തെക്കാളും വിശാലമാണെന്ന് പറയാം. അതായത് രാഷ്ട്രം രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു സമൂഹം മാത്രമാണ്. രാഷ്ട്രം രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ്. പക്ഷെ സമൂഹം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയെയും സ്വാധീനിക്കുന്നുണ്ട്, എല്ലാ മേഖലയെയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. രാഷ്ട്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. എന്നാൽ സമൂഹം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ പ്രത്യേകത മനുഷ്യൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്ന, എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് ഇത് സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ പരിധി, സമൂഹത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കാളും വിശാലമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മനുഷ്യൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ മാത്രമല്ല സമൂഹത്തിൻ്റെ
പ്രത്യേകത. മനുഷ്യൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം സാമൂഹ്യ ബന്ധങ്ങളും മനുഷ്യൻ്റെ സാംസ്കാരിക ബന്ധങ്ങളും ഒക്കെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കാളും വിശാലമാണ്. രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിക്കപ്പെട്ട മനുഷ്യൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം മാത്രമാണ്. എന്നാൽ സമൂഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ. ഇനി രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള മൂന്നാമത്തെ വ്യത്യാസം, ഔപചാരിക ക്രമീകരണം സമൂഹത്തിന് ആവശ്യമില്ല, പക്ഷേ ഗവൺമെൻറ് പോലുള്ള ഒരു ഔപചാരിക ക്രമീകരണം രാഷ്ട്രത്തിന് ആവശ്യമാണ്. അപ്പോൾ ഒരു ഔപചാരിക ക്രമീകരണത്തിൻ്റെയും ആവശ്യം സമൂഹത്തിനില്ല. കാരണം എന്താണ്? അപ്പോൾ അത് മനസ്സിലാക്കുക. ഒരു രാഷ്ട്രം പ്രവർത്തിക്കുന്നത് ഗവൺമെൻറ് എന്ന് പറയുന്ന ഔപചാരിക സംവിധാനം വഴിയാണ്. ഒരു രാഷ്ട്രത്തിന് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഔപചാരിക സംവിധാനം വേണം. പക്ഷേ സമൂഹത്തിന് പ്രവർത്തിക്കാൻ എന്ത് വേണ്ട, ഒരു ഔപചാരിക സംഘടനയുടെ ആവശ്യമില്ല, അല്ലേ? ഗവൺമെൻറ് പോലുള്ള ഒരു ഔപചാരിക സംവിധാനം സമൂഹത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമില്ല. കുടുംബം, വിവാഹം, മതം, നാട്ടുനടപ്പ് ഇങ്ങനെയുള്ള അനൗപചാരിക സ്ഥാപനങ്ങൾ വഴി സമൂഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും രാഷ്ട്രത്തിന് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഔപചാരിക സംവിധാനം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ സമൂഹത്തിന് പ്രവർത്തിക്കാൻ ഒരിക്കലും ഒരു ഔപചാരിക സംഘടനയുടെ ആവശ്യമില്ല. അനൗപചാരിക സംഘടനകളായ കുടുംബം, വിവാഹം, മതം, നാട്ടുനടപ്പൊക്കെ ഉപയോഗിച്ചിട്ട് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റും. പക്ഷേ രാഷ്ട്രത്തിന് എപ്പോഴും ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഔപചാരിക സംവിധാനം അത്യാവശ്യമാണ്. ഇതാണ് രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള മൂന്നാമത്തെ വ്യത്യാസം. നാലാമത്തത്, രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട്. രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള നാലാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട്. രാഷ്ട്രത്തിന് അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ അതിർത്തിക്കുള്ളിൽ നിയന്ത്രണമില്ലാത്ത, അനിയന്ത്രിതമായ, പരിധിയില്ലാത്ത അധികാരം ഉണ്ട്. പക്ഷേ സമൂഹത്തിന് എന്തില്ല? ഈ പരമാധികാരം എന്ന് പറയുന്ന, സോവർണിറ്റി എന്ന് പറയുന്ന പ്രത്യേകത സമൂഹത്തിന് ഇല്ല. പക്ഷേ രാഷ്ട്രത്തിന് എന്തുണ്ട്? പരമാധികാരമുണ്ട്. ഇതാണ് രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള നാലാമത്തെ വ്യത്യാസം. മനസ്സിലായോ? രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള അഞ്ചാമത്തെ വ്യത്യാസം, രാഷ്ട്രത്തിന് ഒരു നിശ്ചിത ഭൂപ്രദേശം ആവശ്യമാണ്. പക്ഷേ സമൂഹത്തിന് ഒരു നിശ്ചിത ഭൂപ്രദേശത്തിൻ്റെ ആവശ്യമില്ല, അല്ലേ? ഒരു സമൂഹം രൂപപ്പെടുന്നതിന് നിശ്ചിത ഭൂപ്രദേശം ആവശ്യമില്ല, അല്ലേ? സമൂഹത്തിലെ അംഗങ്ങൾ ലോകമെങ്ങും ചിതറി കിടക്കുന്നുണ്ട്. ലോകത്തെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ നമുക്ക് വേണമെങ്കിൽ ആഗോള സമൂഹം എന്നൊക്കെ വിളിക്കാം. അപ്പോൾ സമൂഹത്തിന് എന്തില്ല? ഒരു നിശ്ചിത ഭൂപ്രദേശത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഒരു രാഷ്ട്രത്തിന് കൃത്യമായ അതിർത്തികളും നിശ്ചിത ഭൂപ്രദേശവും ആവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ രാഷ്ട്രവും സമൂഹവും തമ്മിലുള്ള അഞ്ചാമത്തെ വ്യത്യാസമാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.